ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വിഷുവിൻ്റെ മേക്കപ്പ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് ഒരു സെറ്റുമുണ്ടാണ്. അപ്പോൾ ഇതിൽ ഞാനെങ്ങനെ ഒരുങ്ങുന്നു എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ലപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഹൈലറോണിക് ആസിഡ് അടങ്ങിയ മോയ്സ്ചറൈസറാണ്, അതുകൊണ്ട് തന്നെ നമുക്കുള്ളിൽ തന്നെ ഒരു ഗ്ലോ കിട്ടും. അപ്പോൾ മോയ്സ്ചറൈസർ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് മേബലിൻ്റെ 24 hours ലോങ് ലാസ്റ്റിംഗ് ഫൗണ്ടേഷൻ ക്രീമാണ്. ഇത് ഞാനൊരു ഒത്തിരി എടുത്തിട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്യൂട്ടി ബ്ലെൻഡർ വെറ്റ് ചെയ്തിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ഫിനിഷിംഗ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ പൗഡറാണ് എടുക്കുന്നത്, ഫേസസ് കനഡയുടെ. ഇതൊരു 3-in-1 ഫൗണ്ടേഷൻ പൗഡറാണ്. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ പൗഡർ സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനൊരു ഐബ്രോ പാലറ്റാണ് എടുക്കുന്നത്. ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഞാൻ ഐബ്രോ വരഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ 3 ഷെയ്ഡ് ഉണ്ട്. നമുക്കിഷ്ടമുള്ള കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളറും വേറൊരു ലൈറ്റ് ബ്രൗണും പിന്നെ ബ്ലാക്ക് കളറുമാണുള്ളത്. ഞാൻ നോർമലി ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്പൂണിൽ വെച്ചിട്ട് നമ്മൾ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ്. നെക്സ്റ്റ് ഞാനൊരു ചാമ്പറിൻ്റെ കാജലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു നല്ല സ്മഡ്ജ് പ്രൂഫ് കാജലാണ്. ലോങ് വെയറാണ്. എത്ര ടൈം വേണ്ടിക്കലും നമ്മുടെ ഐസിലത് അങ്ങനെ തന്നെ കിടന്നോളും. നല്ല പിഗ്മെൻറ്റേഷനുമുണ്ട്. എനിക്ക് പേഴ്സണലി ഞാൻ റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. പിന്നെ നെക്സ്റ്റ് ഞാൻ ഇന്നൊരു സ്മോക്കി ഐസാണ് ചെയ്യുന്നത്. നമ്മൾ ഐബ്രോ പാലറ്റിൽ നിന്ന് ആ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. 2 കണ്ണിൻ്റെ അടിയിലും നല്ലപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്കൊരു സ്മോക്കി ഐ എഫക്റ്റ് കിട്ടും. നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ഐലൈനർ വെച്ചിട്ട് മേലെയും വരഞ്ഞു കൊടുക്കുക. ഞാൻ ഇന്ന് എടുക്കുന്നത് ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അപ്പോൾ അതും നല്ലൊരു ഐലൈനറാണ്. പണ്ട് മുതലേ ഉള്ളൊരു ഐലൈനറാണത്. പണ്ട് മുതലേ സ്കൂൾ പഠിക്കുന്ന സമയത്തെ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അതും നല്ലപോലെ വിങ്സൊക്കെ വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഐലൈനർ ഇടുമ്പോൾ കണ്ണിനൊരു പ്രത്യേക ഭംഗി കിട്ടുന്നതായിരിക്കും. ഈ നെക്സ്റ്റ് നമുക്കൊരു മസ്കാര ഇട്ട് കൊടുക്കാം. ഇത് മേബലിൻ്റെ സെൻസേഷണൽ സ്കൈ ഹൈ വോളിയം മസ്കാരയാണ്. ഇത് നല്ലപോലെ നമ്മുടെ ലാഷസ് വോളിയം ചെയ്തു കൊടുക്കും. നന്നായിട്ട് മേലെയും താഴെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ സ്റ്റൈൽ തന്നെ ഒന്ന് മാറിയിട്ടുണ്ടാവും. കണ്ണ് കുറച്ചുകൂടെ വൈഡായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെ ഇനി നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഞാൻ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ ഐ ഷേഡോ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് ലിപ്സ്റ്റിക്കായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ചീക്ക് ബോൺസിലും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ബ്ലഷായിട്ടും ഈ ഇതിന് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ബ്ലഷായിട്ട് ഒരു 2 ഡോട്ട് ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ബ്ലഷ് ഇട്ട് അതേ എഫക്റ്റാണ് കിട്ടുക. ഓക്കെ, ശരിക്കും ഒരു പിങ്കിഷ് കളർ നമ്മുടെ കവിളിൽ
കിട്ടിയതുപോലെ ഉണ്ട്. ഓക്കെ, നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ലാക്മിയുടെ ഒരു ലുമി ക്രീമാണ് ഇവിടെ എടുക്കുന്നത്, ഒരു സ്ട്രോബ് ക്രീം പോലെ. അത് ജസ്റ്റ് മൂക്കിലും പിന്നെ നമ്മുടെ താടിയുടെ അവിടെയും കവിളിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മൾ ഇഷ്ടപ്പെട്ട ആ സൈഡിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഫേസിൽ നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതൊരു മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ ആണ്. ഇതുകൊണ്ട് നല്ലപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. മേക്കപ്പ് ലാസ്റ്റ് ചെയ്തിരിക്കും. ഇനി നമ്മൾക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ സാരിയുടെ സെയിം കളറാണ് പൊട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഒരു കമ്മലിട്ട് കൊടുക്കാം. ഇതൊരു മാലയുടെ കൂടെയുള്ള സെറ്റ് കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹെവി കമ്മലാണ് എങ്കിലും മാനേജ് ചെയ്യാം. നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് കമ്മലിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒരു വള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ നോർമൽ ഹെയർ സ്റ്റൈലാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഇല്ലയിട്ട് കെട്ടുന്നത് അതുപോലെയാണ് ഇവിടെ ചെയ്യുന്നത്. നോർമലി എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഹെയർ സ്റ്റൈലും ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പൂ വെച്ച് കൊടുക്കാം, മുല്ലപ്പൂവ്. ഓക്കെ, ഞാനിങ്ങനെയാണ് ഇങ്ങനെ ഇല്ലിട്ട് കെട്ടുമ്പോൾ പൂ വെക്കാറ്. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റൈൽ തന്നെ നമുക്ക് കിട്ടും. മുല്ലപ്പൂവിൻ്റെയും ആ ഹെയറിൻ്റെയും പിന്നെ സെറ്റ് സാരിയുടെയും എല്ലാം ഒരു ഇത് കിട്ടും, ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റ് സാരിയിൽ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.